ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബാംഗ്ലൂർ യാത്രയാണ്. ഞാനും അമ്മയും കൂടി ബാംഗ്ലൂർ പോവാണ്. എൻ്റെ അനിയൻ അവിടെ വർക്ക് ചെയ്യാണ്. അവിടെ ESICയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ കുറേ നാളായിട്ട് വിളിക്കുന്നു ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും ഒരിക്കൽ പോയതാണ് അനിയൻ ബാംഗ്ലൂർ ചെന്ന സമയത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ബാംഗ്ലൂർ പോയിട്ടുണ്ട്, അനിയൻ്റെ അടുത്തേക്കായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയും അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇറങ്ങാൻ റെഡിയായിട്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാമറ എടുത്തപ്പോൾ കറണ്ട് പോയി. കറണ്ട് അപ്പം തന്നെ വന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു വേഗം ഇറങ്ങണം. വൈകുന്നേരം 7:05 ട്രെയിൻ. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും, വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കാറിലിരുന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ കാറിൽ കയറി ഇരുന്നപ്പോൾ അമ്മ പറയാം വാച്ച് എടുക്കാൻ മറന്നു എന്ന്. അപ്പോൾ പിന്നെ വാച്ച് എടുക്കാൻ തിരിച്ച് കയറി. വാച്ച് എടുത്ത് തിരിച്ച് വന്നപ്പോൾ പറയാം മൊബൈൽ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ വീണ്ടും മൊബൈൽ എടുക്കാൻ പോയി. അങ്ങനെ കേരളം ഇറങ്ങലൊക്കെ ആയിട്ട് നിന്നപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടല്ലോ, അത്ര ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ 7:05 അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാൻ. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രെയിൻ ഒരു മുക്കാൽ മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെ ഇരുന്ന് കഴിച്ചു. 7:50 ട്രെയിൻ വന്നപ്പോൾ. അങ്ങനെ തേർഡ് AC ആയിരുന്നു. സൈഡും അപ്പറും ലോവറും ആയിരുന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഉറങ്ങാനൊക്കെ റെഡിയായി. അനിയൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാനിതിപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യം പോകുന്നത്. ഇതിന് മുന്നേ കോളേജ് പഠിക്കുമ്പോൾ സ്റ്റഡി ടൂറിനായിട്ട് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമൊക്കെ എഴുതാൻ PCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും SSBയുടെ ഒക്കെ എക്സാം എഴുതാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അനിയൻ്റെ അടുത്തേക്കായിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റു, ഫ്രഷായി. ഒരുവിധം എല്ലാവരും എണീറ്റു കേട്ടോ. ബാംഗ്ലൂർ എത്താറായി. അപ്പോൾ അനിയൻ പറഞ്ഞു ഒരു 6:30 ആകുമ്പോൾ എത്തും, റെഡി ആയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് വീട്. ഓട്ടോയ്ക്ക് പോകാവുന്ന ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ വീട്ടിൽ രമേശും ഇതാട്ട എൻ്റെ അനിയൻ രമേശും വേറെ ഒരു 3 പേരും അങ്ങനെ 4 പേരെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും നാട്ടിൽ പോയി. ഒരാളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ, അഭിലാഷ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. രമേശ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറി, തേങ്ങാപ്പാലൊക്കെ വെച്ച ചിക്കൻ കറിയും പിന്നെ റാഗിപ്പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന പാടെ കഴിക്കുമായിരുന്നു. ഇതാണ് കേട്ടോ രമേശ് താമസിക്കുന്ന വീട്. ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അടുത്തൊരു ദിവസം നാളത്തെ വീഡിയോയിൽ വീടൊക്കെ കാണിക്കാം. ഇതിപ്പോൾ വേസ്റ്റ് കളയാൻ പോകണം. താഴെ വേസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് BBMP. അപ്പോൾ അവർ താഴെ വന്നിട്ട് വിസിലടിക്കും. അപ്പോൾ അവിടെ കൊണ്ടു കൊടുക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കണം. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. അപ്പോൾ രമേശ് പറഞ്ഞു ഇതൊന്നും അല്ല, ഇതിലും തണുപ്പുണ്ടാവും, തണുപ്പ് കുറവാണെന്ന്. എനിക്കാണെങ്കിൽ തീരെ തണുപ്പ് പറ്റില്ല. രമേശിന് ജിമ്മുണ്ട്, അപ്പം ജിമ്മിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ജിമ്മിനൊക്കെ പോയി വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ട്രെയിനിൽ ഉറക്കമൊന്നും അത്ര കൂടെ ശരിയായില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ശേഷം പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണാൻ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് രമേശ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കുള്ള വഴിയും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ലുലു മോളിൻ്റെ ഫ്രണ്ടിൽ കൂടിയായിട്ടാണ് പോയത്. ലുലു മോള് രമേശിൻ്റെ വീടിൻ്റെ അടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോവായിരുന്നു. പിന്നെ എന്താ ഹോഴ്സ് റേസ് നടത്തുന്ന സ്ഥലമാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ക്രിസ്മസിന് തലേ ദിവസമായിരുന്നു. അപ്പോൾ അതിന് ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു.
എല്ലാ ബ്രാൻഡഡ് ഷോപ്സും അല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഷോപ്പിങ്ങൊന്നും നടത്തിയില്ല, ഞങ്ങൾ ജസ്റ്റ് കറങ്ങി എല്ലാം ഒന്ന് കണ്ട് നടന്നു. സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നൊരു ജീൻസും ഷർട്ടും എടുത്തു എനിക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ശിവാജി നഗറിൽ പോയി. അതൊരു ഫുഡ് സ്ട്രീറ്റാണ്, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ രമേശ് പറഞ്ഞു എല്ലാ ദിവസവും ഇങ്ങനെ ആയാലും പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് നല്ല തിരക്കാന്ന് പറഞ്ഞു. ഒരു ഫേമസ് ടീ കടയുണ്ട് അവിടെ, അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാൻ പോയി. സൂപ്പർ ചായയായിരുന്നു, പക്ഷെ അളവ് ഇത്തിരി കുറവായിരുന്നു. കുഞ്ഞൊരു ഗ്ലാസ്, അടിപൊളിയായിരുന്നു ചായ. ചായയും ഒരു സമോസയും പിന്നെ കേക്കും സൂപ്പറായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. രമേശ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരാനുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് ബീഫ് കബാബും നൂൽപുട്ടും പിന്നെ ബീഫിൻ്റെ 1-2 ഐറ്റംസൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴി രമേശിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി, അജ്ജനേട്ടൻ. അവിടെ കയറി വർത്താനൊക്കെ പറഞ്ഞിരുന്നു, നല്ല രസമായിരുന്നു. പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.